ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനിനും ഇറച്ചിക്കും പച്ചക്കറികൾക്കും ഒക്കെ രുചി കൂട്ടുന്നതിനും നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ വായ ഫ്രഷ് ആക്കുന്നതിനും അതുപോലെ നമ്മൾ കഴിച്ചിട്ടുള്ള ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയയെ സ്പീഡാക്കുന്നതിനും ഒക്കെ ഉപകരിക്കുന്ന പെരുംജീരകത്തിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മളിൽ എത്ര പേർക്കറിയാമായിരുന്നു നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ പെരുംജീരകം നട്ടുപിടിപ്പിച്ച് വിളവെടുക്കാൻ കഴിയുമെന്ന്? കാര്യമായ പരിചരണം ഒന്നുമില്ലാതെ ഈസിയായി വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് പെരുംജീരകത്തിൻ്റേത്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് ശരിക്കും നട്ടു വളർത്തേണ്ടത്. പക്ഷേ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലുമൊക്കെ നട്ടു വളർത്തുന്ന നമുക്ക് ഈ മാസവും സമയമൊന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലാ കാലത്തും നമുക്കിതിനെ നട്ടു വളർത്താനായിട്ട് പറ്റും. ഈ പെരുംജീരകം ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പാകി മുളപ്പിച്ച് മാറ്റി നടുന്നതിനേക്കാളും നല്ലത് നമ്മൾ എവിടെയാണോ അവരെ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അതിനകത്തേക്ക് തന്നെ നേരിട്ട് പാകുന്നതാണ്. ഇതാണ് പെരുംജീരകത്തിൻ്റെ വിത്ത്. ഇത് നമ്മൾ നമ്മുടെ അടുക്കളയിൽ കറി വയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന പെരുംജീരകത്തിൻ്റെ വിത്ത് തന്നെയാണ്. ഇതിനെ നമുക്ക് നേരിട്ട് പാകാം. അതുപോലെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം പാകുകയാണെങ്കിൽ പെട്ടെന്ന് മുളച്ച് കിട്ടും. നമുക്കിതിനെ നേരിട്ട് ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് നട്ടുവയ്ക്കാം. അപ്പോൾ ഇതിനകത്തുള്ള പുല്ലും കാടും ഒക്കെ നമുക്ക് മണ്ണിളക്കി കഴിഞ്ഞ് വെച്ചൊന്ന് പെറുക്കി മാറ്റണം. അപ്പോൾ അതിന് ശേഷം വേണം. ഇത് നേരത്തെ എന്തോ നട്ടുപിടിപ്പിച്ചൊക്കെ വെച്ചിരുന്ന പാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ പുല്ലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് പാകി വയ്ക്കാം. ഈ ചെടിച്ചട്ടിയിലേക്ക് നമ്മൾ ബാക്കിയുള്ളതിനെ ഇതേപോലെ പാകിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചകിരിച്ചോറിട്ട് വെക്കുവാണേ. ഇങ്ങനെയാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നന്നായി വളർന്നു നിൽക്കുന്ന പെരുംജീരകത്തിൻ്റെ ചെടിയെ. എനിക്കിതിങ്ങനെ മാറ്റി നടുന്നത് നല്ലതല്ല എന്നൊന്നും അറിയത്തില്ല. എൻ്റെ വേര് പൊട്ടിപ്പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ മാറ്റി നടുന്നത് നല്ലതല്ല എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കത്തി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂള് കൊണ്ടോ അടിയിൽ നിന്ന് തയ്യെ കുത്തിയെടുക്കുവാണെങ്കിൽ അവരുടെ വേര് പൊട്ടത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ എൻ്റെ പെരുംജീരകത്തിൻ്റെ തയ്യെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് വളർത്താൻ വേണ്ടി പാകി മുളപ്പിച്ചിരുന്ന തയ്യെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ ചട്ടിയിലാണ് ഞാൻ പാകി മുളപ്പിച്ച് വെച്ചിരുന്നത്. അവരിത് ഞാൻ മാറ്റി നട്ട് അത് പൂത്ത കായൊക്കെയായി. അപ്പോൾ അവരിതിനകത്ത് നിന്ന് ബാക്കിയുള്ളവർ കണ്ടോ വളർന്നു വന്നു. നല്ല ഭംഗിയുള്ള ഇലകളും ഒക്കെ തന്നെയാണ് ഇവർക്കുള്ളത്. ഇവർ നല്ലതുപോലെ വളരുന്നതെന്ന് പറയുന്നത് നല്ല ജൈവാംശമുള്ള മണ്ണിലാണ് വളരുന്നത്. നമ്മൾ ഈ പെരുംജീരകം നട്ടുപിടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ വളർത്തേണ്ടതെന്ന് പറയുന്നത് നല്ല ജൈവാംശമുള്ള നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണിലാണ് പെരുംജീരകത്തിൻ്റെ ചെടി നന്നായി വളരുന്നത്. നമ്മൾ പെരുംജീരകത്തിൻ്റെ ചെടി നട്ടുപിടിപ്പിക്കുന്നത് നല്ലോണം സൂര്യപ്രകാശം കിട്ടുന്ന, അതായത് ഏറ്റവും കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ പെരുംജീരകത്തിൻ്റെ ചെടിയെ നട്ടു വളർത്താൻ. നമ്മൾ മാറ്റി നട്ടിരിക്കുന്നത് ഞാനിപ്പോൾ പാകി കിളിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കാണിച്ചില്ലേ, അതിൽ നിന്ന് മാറ്റി നട്ട് വളർത്തിയിരിക്കുന്ന ഒരു പെരുംജീരകത്തിൻ്റെ ചെടിയാണിത്. അപ്പോൾ ഇവർക്ക് നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ നട്ട് വളർത്തുമ്പം എല്ലാ ദിവസവും നമ്മളിതിന് വെള്ളം കൊടുക്കണം. അതുപോലെ വെള്ളം ചുവട്ടിൽ കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. നല്ല ജൈവാംശമുള്ള മണ്ണിൽ നമ്മൾ പറമ്പിലൊക്കെയാണ് നട്ട് വളർത്തുന്നതെങ്കിൽ പെരുംജീരകത്തിന് പിന്നെ പ്രത്യേകിച്ച് വളം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എന്നാൽ നമ്മളിതുപോലെ ഗ്രോ ബാഗിലൊക്കെ വളർത്തുന്ന അവസരത്തിലാണെങ്കിൽ ഗ്രോ ബാഗിലുള്ള വളമല്ലേ അവർക്ക് കിട്ടാനുള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ മണ്ണിളക്കി ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം, ഒത്തിരി പ്രാവശ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇതുപോലെ മണ്ണിളക്കിയിട്ട് ഇച്ചിരി ചാണകപ്പൊടി, ഞാൻ സാധാരണ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറ്. ചാണകപ്പൊടി ഇട്ടിട്ട് മണ്ണ് കുറവുണ്ടെങ്കിൽ ഒരു കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ജൈവ സ്ലറി ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് കുറച്ച് നേർപ്പിച്ചൊഴിക്കാറുണ്ട്. പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ജൈവ സ്ലറി. നമ്മൾ ജൈവ സ്ലറിയുടെ ഒരു വീഡിയോ, വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നൊരു ജൈവ സ്ലറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അറിയാൻ മേലാത്തവർ ചില്ലി ജാസ്മിൻ ജൈവ സ്ലറി എന്നടിച്ചാൽ നമ്മുടെ വീഡിയോ കിട്ടും. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വളമാണ് ജൈവ സ്ലറി എന്ന് പറയുന്നത്. പെരുംജീരകത്തിൻ്റെ പൂക്കൾക്ക് നമ്മൾ പ്രത്യേകിച്ച് പോളിനേഷൻ നടത്തി കൊടുക്കേണ്ട കാര്യമില്ല. 2 രീതിയിലുള്ള പെരുംജീരകത്തിൻ്റെ ചെടിയുണ്ട്. പെരുംജീരകം വിളവെടുക്കുന്നതിനുള്ളതും ഇലകൾ മാത്രം കറി വയ്ക്കാനായിട്ട് എടുക്കുന്ന തരത്തിലുള്ളതും ഉണ്ട്. അപ്പം ദേ ഈ പെരുംജീരകം കണ്ടോ, ഇതിൻ്റെ ചുവട്ടിൽ ദേ ബൾബ് പോലെ വരുന്നുണ്ട് കണ്ടോ. ഈ രൂപത്തിലുള്ള പെരുംജീരകത്തിൻ്റെ ചെടിയാണ് ഇലകൾക്ക് വേണ്ടി
മാത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ ചുവട്ടിൽ നിന്ന് നമുക്ക് ഇലകൾ മുറിച്ച് മാറ്റി കറിക്കെടുക്കാം. ഈ ബൾബോടെ മുറിച്ചെടുത്തും നമുക്ക് തോരൻ വെക്കുന്നതിനുമൊക്കെ വേണ്ടി ഉപയോഗിക്കാം. എന്നാൽ പെരുംജീരകം വിളവെടുക്കുന്നതിനുള്ള ചെടിയാണെങ്കിൽ ഇതേപോലെ ഇരിക്കും. കണ്ടോ, നന്നായിട്ട് പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ഈ രൂപത്തിലിരിക്കുന്നതാണ് ജീരകം വിളവെടുക്കുന്നതിനുള്ള പെരുംജീരകത്തിൻ്റെ ചെടി. നമ്മൾ ഇതുപോലെ പെരുംജീരകം പാകി കിളിപ്പിച്ചാൽ ഒരു വളർന്നു തുടങ്ങി 1.5 മാസമാകുമ്പോൾ തന്നെ ചെടിയിൽ ഇതുപോലെ പൂവിട്ട് തുടങ്ങും. ഒരു 3 മാസമാകുമ്പോഴേക്ക് നമുക്ക് പെരുംജീരകത്തിനെ വിളവെടുക്കാം. അപ്പോൾ പെരുംജീരകം വിളവെടുക്കുന്നത് ഈ തണ്ട് കണ്ടോ, ഇതിലെ പൂക്കളെല്ലാം ഇതിൻ്റെ ചോട്ടി കൊഴിഞ്ഞു പോയിട്ടുണ്ട്, കായ്കളെല്ലാം. അപ്പോൾ അതെല്ലാം തൈകളായിട്ട് കിളിർത്ത് വരും. ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ ഈ കളറിൽ അല്ലെങ്കിൽ ചെറിയ ബ്രൗൺ നിറമാകുന്ന കണ്ടോ, ഈ ബ്രൗൺ നിറമാകുമ്പോഴേ നമ്മളിത് ഈ ചെടിയിൽ നിന്ന് പൂവിനെ കട്ട് ചെയ്ത് വേറെ പാത്രത്തിനകത്തിട്ട് ഉണങ്ങിയെടുത്താലാണ് നമുക്ക് ജീരകം കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ ചെറിയ ജീരകം ആയതുകൊണ്ട് ഉണ്ടാകുന്ന ഉടനെ തന്നെ അവർ കാറ്റത്ത് പറന്നു പോകും. ഇത് കണ്ടോ, ഇത് മറ്റ് മഞ്ഞ പൂക്കളിൽ നിന്നും കളറ് മാറി തുടങ്ങി. കണ്ടോ, ഈ അവസരത്തിൽ നമ്മളിതിനെ തണ്ടിൽ നിന്ന് ഒന്നുകിൽ കുലകളായിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ കുല. ഇപ്പോൾ ഇതിനകത്തെല്ലാം കളറ് മാറിയിട്ടില്ല, ഇതിന് കുറച്ചുകൂടെ നല്ല ബ്രൗണിലേക്ക് കളർ വരുവാണ്. ആ പാകത്തിന് നമ്മൾ മുറിച്ച് വെച്ച പാത്രത്തിനകത്തിട്ട് ഉണങ്ങിയെടുത്താലാണ് പെരുംജീരകമായിട്ട് ഇത് കണ്ടോ, കയ്യിലോട്ട് വീഴുന്നുണ്ടോ, ഈ ഓരോന്നും പെരുംജീരകമായിട്ട് മാറും ഉണങ്ങുമ്പോൾ. നമ്മുടെ പെരുംജീരകത്തിന് കാര്യമായ ഒരു കീടശല്യവും വരാറില്ല. എനിക്കിവിടെ ഒരു കീടശല്യവും വന്നിട്ടില്ല. എന്നാൽ ചിലപ്പം മുഞ്ഞയുടെ ഒരു ശല്യം അല്ലെങ്കിൽ മീലിമൂട്ടയുടെയൊക്കെ ശല്യങ്ങൾ ചെടിയിൽ കാണാറുണ്ട്. എനിക്ക് ചെടിയിൽ വന്നിട്ടില്ല. ഇനി അങ്ങനെ എങ്ങാനും വന്നാൽ ഇതുപോലത്തെ കുറഞ്ഞ തരത്തിലുള്ള കീടങ്ങളുടെ ശല്യം അല്ലെങ്കിൽ ചെടിയെ മൊത്തം നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കീടത്തിൻ്റെ ശല്യം പെരുംജീരകത്തിന് വരാറില്ല. അതൊരു പക്ഷേ ഇതിൻ്റെ മണമായിരിക്കാം അതിൻ്റെ പ്രധാന കാരണം. അപ്പം ഇതിനെന്തെങ്കിലും ചെറിയ തരത്തിലുള്ള കീടശല്യം വന്നാൽ നമ്മൾ വേപ്പെണ്ണയും സോപ്പും അല്ലെങ്കിൽ വേപ്പെണ്ണയുടെയും സോപ്പിൻ്റെയും കൂടെ ഇച്ചിരി വിനാഗിരി കൂടെ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാറാനുള്ള കീടങ്ങളെ ഇവർക്ക് വരാറുള്ളൂ. പിന്നെ എന്നോട് കമൻറ്റ് ചെയ്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ വേപ്പെണ്ണയും സോപ്പും വിനാഗിരിയും ചേർക്കുന്നതിൻ്റെ റേഷ്യോ എങ്ങനെയാണ്. നമ്മൾ കൃത്യമായി ഇവരുടെ വീഡിയോകളൊക്കെ കാണിച്ച് പറയുമ്പം കാണാത്തവരായതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. അപ്പം അത് ചെയ്യുന്നതെന്ന് പറയുന്നത് 5 മില്ലി വേപ്പെണ്ണ, 5 മില്ലി സോപ്പ്, 5 മില്ലി തന്നെ വിനാഗിരി. ഇനി 5 മില്ലി അളക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളുടെ ഈ വെള്ളമൊക്കെ വാങ്ങിക്കുന്ന മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുടെ ഒരടപ്പ് എടുത്താൽ ഏകദേശം 5 മില്ലിയാണ്. ആ അളവിൽ നമ്മൾ എടുത്താൽ മതി. എന്നിട്ട് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി നന്നായിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പെരുംജീരകം എങ്ങനെ നട്ടു വളർത്തി വിളവെടുക്കാം എന്ന് കണ്ടല്ലോ. എല്ലാവരും നമ്മുടെ വീട്ടിലിരിക്കുന്ന പെരുംജീരകത്തിൽ നിന്ന് 2, 3, 4 വിത്തുകളെടുത്ത് ചെടിച്ചട്ടിയിലോ എവിടെയെങ്കിലും ഇട്ട് പാകി മുളപ്പിച്ച് വളർത്താൻ ശ്രമിക്കണം. ഇവരുടെ ഇലകൾ കണ്ടോ, ഇവരുടെ ഇലകളാണെങ്കിലും അതുപോലെ പൂക്കളാണെങ്കിലും ഒക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. അതുകൊണ്ട് അലങ്കാര ചെടികളെ പോലെ തന്നെ ചെടിച്ചട്ടികൾക്കകത്ത് വെച്ച് വളർത്തി വീടിന് മുന്നിലുമൊക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഈ മുളക് ചെടി കണ്ടോ, ഇത് ഒരു കാന്താരി മുളകാണ്. ഇതിലൊക്കെ വെറുതെ ഇനി ഇതൊക്കെ ഇതുപോലെ മുളകുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, മുളകുണ്ടായി തുടങ്ങുകയാണ്, നിറച്ചും പൂവിട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. ഇത് ശരിക്കും ഒരു വെളുത്ത നിറത്തിലേക്ക് വന്ന് പൂക്കളും മൊട്ടുകളും ഒന്നും ഇല്ലാതെ ഇലകൾ പോലും നമ്മളിങ്ങനെ ചെടിയെ കുലുക്കിയാൽ ആ കൊഴിഞ്ഞു പോകുന്ന അവസരത്തിൽ നിന്നിരുന്നൊരു മുളകാണ്. അങ്ങനെ നിൽക്കുന്ന മുളക് ചെടിയെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെടിയുടെ ചുവട്ടിൽ നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള വളം ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുരുടിപ്പിനുള്ള മരുന്നും കൂടെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പം ഇത് ഒരു ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആയി കാണുള്ളൂ. മുളക് ചെടിയുടെ കളറൊക്കെ മാറിക്കണ്ടോ, നല്ല സാധാരണ ചെടിയിലേക്ക് വന്നു. പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, കായ്കളും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പഴയ മുളക് ചെടികളെയും നശിച്ചു പോകുന്ന പാകത്തിൽ നിൽക്കുന്ന ചെടികളെയും സംരക്ഷിച്ചെടുക്കാം. നമ്മുടെ തണ്ണിമത്തം കണ്ടോ, ഒരു 3 ദിവസം കൊണ്ട് ദേ ഈ പാകത്തിലേക്ക് വളർന്നിട്ടുണ്ട്. ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാവേ. കഴിഞ്ഞ ദിവസം നമ്മൾ കാണിക്കുമ്പം തീരെ ചെറുതായിരുന്നു. ദേ കണ്ടോ, ഇത്ര എത്തിയവൻ കണ്ടോ. ആ കെട്ടി തന്നെ ഇട്ടേക്കാം, കായീച്ചയുടെ ശല്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കെട്ടിയിടുന്നത്. അങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ഒക്ടോബർ ആദ്യത്തിൽ നട്ടുവെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആണ് കണ്ടോ, നന്നായിട്ട് തന്നെ വളരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളിതുപോലെ കമ്പോസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചകിരിച്ചോറൊക്കെ ഇട്ട് കമ്പോസ്റ്റ് ഇട്ട് വെച്ചിരിക്കുവാണ്. അത് ഞെക്കിയാൽ കുറേ കൂടെ തഴി. കമ്പോസ്റ്റ് വെക്കുമ്പം നമ്മൾ കിച്ചൺ വേസ്റ്റാണ് കമ്പോസ്റ്റാക്കി മാറ്റി ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നോക്കിക്കേ, ഒരു പുഴുവിനെയും നമുക്ക് കാണാൻ
ഇല്ല. എല്ലായ്പ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് പുഴുവിനെ കാണാനുണ്ട്. ഇതിനകത്തൊന്നുമില്ല. ചകിരിച്ചോറിട്ട് മൂടി വെച്ചാൽ മതി, നന്നായിട്ട് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവുകയും ചെയ്യും, പുഴുവിൻ്റെ ശല്യം ഉണ്ടാകത്തുമില്ല. അപ്പോൾ ഇതിന് ഞാൻ സാധാരണ വളമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ജൈവ സ്ലറിയാണ്. നമ്മുടെ ജൈവ സ്ലറി എടുത്ത് ഇരട്ടിയായിട്ട് നേർപ്പിച്ചിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജൈവ സ്ലറിയാണ്. ജൈവ സ്ലറിയുടെ കളർ കണ്ടോ, നല്ല സൂപ്പർ വളമായി മാറിയിരിക്കുവാണ്. അത് വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. മണ്ണ് ഇളക്കുകയും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ ഈ കോളിഫ്ലവർ നട്ടതിൻ്റെ കൂടെ വെച്ചിരുന്ന കാബേജിനെ കൂടെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് കാബേജ്. ഇത് ഈ പരുവത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബറിൻ്റെ ഒരു ആദ്യ ഭാഗത്തിൽ നമ്മൾ വെച്ചതാണ്. ഏകദേശം 1 മാസത്തെ വളർച്ച കഴിഞ്ഞിട്ടുണ്ട്. അകത്ത് കൂടിത്തുടങ്ങിയിട്ടില്ല, കൂടാറായി വരുന്നുണ്ട്. കണ്ടോ, അതുപോലെ നമ്മൾ ആ കൂട്ടത്തിൽ വെച്ചിരുന്ന തക്കാളിയാണ്. കണ്ടോ, പൂവിട്ട് തുടങ്ങി. കണ്ടോ, അതുപോലെ ഞാൻ അന്ന് വെച്ച ഈ ഒക്ടോബറിൻ്റെ ആദ്യത്തിൽ നമ്മൾ വെച്ച വെണ്ട കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മളന്ന് വെണ്ടയ്ക്ക് വളമിട്ടായിരുന്നു. വെണ്ടയുടെ ചുവടൊക്കെ വകഞ്ഞിട്ട് അന്ന് വളമിട്ടിട്ട് മണ്ണിട്ട് മൂടിയ വെണ്ടയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ചില്ലകൾ വരാനായിട്ട് ഇതിൻ്റെ മണ്ട നുള്ളണം എന്ന് പറഞ്ഞു. അപ്പോൾ അതേ മണ്ട നുള്ളിയ ചെടിക്ക് കണ്ടോ 2, 3 ശാഖകളൊക്കെ വന്ന് അതിലൊക്കെ മുട്ടിട്ട് തുടങ്ങി. ഇത് ശരിക്കും ആനക്കൊമ്പൻ വെണ്ടയാണ്. അപ്പോൾ ഇനി ഇതിലെ കായ്കൾ ഉണ്ടാകുമ്പോൾ ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് നമ്മൾ സാമ്പാറിനകത്തൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരിനം അമരയാണ്. കണ്ടോ, ആവശ്യത്തിന് അമര ഉണ്ടായിട്ടുണ്ട്. ഇതൊരു അമരച്ചെടിയാണ്, ഇതൊരു അമരച്ചെടിയാണ്. ഇതിനകത്തൊരു 5 ചുവടാണ് വെച്ചിരിക്കുന്നത്. അതിലെല്ലാത്തിലും തന്നെ അമരയുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയാണ് ഇതൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നമ്മൾ സാധാരണ കാണാത്ത ഒരു വീഡിയോ ആയിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് ഇടാൻ മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.